കായംകുളത്തിനെ കീഴടക്കാൻ പോയപ്പോൾ കായംകുളം രാജാവിനെ വധിക്കുന്നതോടുകൂടിയാണ് 1734 ആ യുദ്ധം വിജയിച്ചതായി പ്രഖ്യാപിക്കുന്നത്. 1734 ആ വിജയം ആഘോഷിക്കുന്നതിനോടൊപ്പം മാർത്താണ്ഡവർമ്മ ചെയ്തൊരു മറ്റൊരു കാര്യം, കായംകുളം രാജാവിനെ നിർബാധമായി സഹായിച്ചിരുന്ന ബുധനൂർ എന്ന് പറയുന്ന പ്രദേശത്തെ മാടമ്പിമാരെ ഒരു പാഠം പഠിപ്പിക്കുന്നതിന് വേണ്ടി മാർത്താണ്ഡവർമ്മ ചെയ്തത് അച്ചൻകോവിലാറിൻ്റെ ഗതി മാറ്റി ഒഴുക്കുക എന്നുള്ളത്. കാരണം ബുധനൂർ വഴി ഒഴുകിയിരുന്ന അച്ചൻകോവിലാറിനെ ഗതി മാറ്റിയാൽ സംഭവിക്കുന്നത് ബുധനൂരും സമീപ പ്രദേശങ്ങളിലുമുള്ള നിരവധിയായ മാടമ്പിമാരുടെ ഉൾപ്പെടെ കൃഷിഭൂമിയുണ്ട്. ജലം ഇല്ലാതെ കൃഷിഭൂമി നശിക്കും. അത് നശിക്കണമെന്നുള്ള ഒരു ബോധ്യത്തോടുകൂടി പ്രതികാര വാഞ്ചയോടുകൂടി മാർത്താണ്ഡവർമ്മ അച്ചൻകോവിലാറിനെ ഗതി മാറ്റി ഒഴുക്കാൻ തീരുമാനിച്ചു. അതൊരു വലിയ ജനക്കൂട്ടം, പടയാളികളെല്ലാവരും കൂടി ഒഴുകി നിറഞ്ഞു വരുന്ന അച്ചൻകോവിലാറിനെ വെൺമണിയിൽ നിന്ന് മറ്റൊരു വഴിയിലേക്ക് ഒഴുക്കുന്നതിന് വേണ്ടിയിട്ടൊരു വലിയ ഉത്സവം പോലെ ഒരു പരിപാടി നടത്തിയിരുന്നു. അച്ചൻകോവിലാറിനെ അങ്ങനെ വെൺമണിയിൽ വെച്ച് ഗതി മാറ്റി വെട്ടിയാർ കൊല്ലകടവ് വഴി വേറൊരു റൂട്ടിലൂടെ ഓടിച്ചു. അത് അന്നത്തെ കാലഘട്ടത്തിൽ 1734 ഇതിനെ തുടർന്നാണ്. ആ കാലഘട്ടത്തിൽ അത്തരത്തിലൊരു പ്രതികാര നടപടി ഒരുപക്ഷെ ഇന്ത്യയിലാരും ചിന്തിച്ചിട്ട് പോലും കാണില്ല. ഇന്ത്യയിൽ ഒരു രാജാവും ചിന്തിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള പ്രതികാര നടപടികൾ സ്വീകരിച്ച രാജാവ് കൂടിയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്ന് അടയാളപ്പെടുത്തേണ്ടി വരും. പക്ഷേ നമ്മുടെ ചരിത്ര പുസ്തകത്തിൽ ഇത് അടയാളപ്പെടുത്താത്തത് വെട്ടിയാർ വഴി കൊല്ലകടവ് വഴി അച്ചൻകോവിലാറിനെ മാറ്റിവിട്ടതിനെ ചരിത്രകാരന്മാർ ചരിത്രത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് മറ്റൊരർത്ഥത്തിലാണ്. ഒരിക്കലും ഒരു പ്രദേശത്തുള്ള കൃഷിയെ നശിപ്പിക്കുന്നതിന് വേണ്ടി മാർത്താണ്ഡവർമ്മ ചെയ്തതാണ് ഈ നടപടി എന്നല്ല എഴുതി വച്ചിരിക്കുന്നത്. മറിച്ച് ജലസേചന സൗകര്യമില്ലാത്തൊരു വലിയ പ്രദേശത്ത് അച്ചൻകോവിലാറിനെ വഴിമാറ്റി ഒഴുക്കി എത്തിച്ച് അവിടുത്തെ ഒരുപാട് ജനങ്ങൾക്ക്, കർഷകർക്ക്, കൃഷിക്കാർക്ക് ജലമെത്തിച്ചു കൊടുക്കുകയും ആ പ്രദേശത്ത് സമൃദ്ധമായ കൃഷിക്ക് വേണ്ടുന്ന നടപടി സ്വീകരിക്കുകയും ചെയ്ത രാജാവെന്നുള്ള നിലയിലാണ് ഈ സംഭവത്തെ മാർത്താണ്ഡവർമ്മയുടെ PR ടീം അവതരിപ്പിച്ചത്.